എന്താ നിങ്ങൾ പ്രതീക്ഷിച്ചു ഇങ്ങനെ ഒരു ഭാഗ്യം? നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ കുറേ ദിവസമായിട്ട് നമുക്ക് എന്റെ ഫസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു മനസ്സെന്തോ ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തോന്നിയോ? തോന്നി നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു. നമുക്ക് അതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇന്നെന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് അടിക്കുന്നുള്ള കാര്യം. വളരെ സന്തോഷം. അറിഞ്ഞ ഉടനെ ആളെ തപ്പിയോ? ആളെ തപ്പി നമ്മൾ ഇത് നോക്കി, കമ്പ്യൂട്ടറിൽ നോക്കി ആരാണ് എടുത്തതെന്നില്ല. അപ്പോൾ ആ സത്യത്തിൻ്റെ പേര് കണ്ടേ. അതിനപ്പുറം ഒന്നും പറയാനാകുന്നില്ല. 10 ടിക്കറ്റ് എടുത്തേ. 10 ടിക്കറ്റ് എടുത്ത് പിന്നെ അത് അവർ DCO അവർക്ക് തന്നെ ആയിരിക്കും. അവർക്ക് 10 എപ്പോഴായിരുന്നു ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്? 24-ാം തീയതി എടുത്തിയാ. ജനുവരി 24 24-ാം തീയതി. മുഖോ അല്ലെങ്കിൽ എവിടെയാണോ എന്തെങ്കിലും അറിയോ? ഒരു ഓർമ്മയില്ല. തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ തപ്പിക്കൊടുക്കാണ്. ഒരു ഓർമ്മയില്ല. സ്ഥിരമായിട്ട് ഇവിടെ ഈ ഭാഗ്യം ഇങ്ങനെ എത്തുന്നതാണോ? എങ്ങനെയാ ഇവിടുത്തെ? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പ്രൈസ് ഇതെവിടെ ഉണ്ട്. 1 കോടി അടിച്ചിട്ടുണ്ട്. പിന്നെ 50 ലക്ഷം 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 25 ലക്ഷം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. പിന്നെ അത് 10 ലക്ഷം വേറൊരു സെക്കൻഡ് പ്രൈസ് ഒരു കഴിഞ്ഞ വർഷം അടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരാൾക്ക് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം എത്തുന്ന കടയാണ്. അതെ, സ്ഥിരം ഭാഗ്യം എത്തുന്നത്. അതെ, മുത്തു ലോട്ടറി സ്ഥിരം ഭാഗ്യം. പിന്നെ ചെറിയ പ്രൈസുകൾ എല്ലാ ദിവസവും ഇതൊക്കെ നമ്മളെ ഡെയിലി കൊടുക്കുന്ന പ്രൈസുകളാണ്. അതാണ് തിരക്കുള്ള കട. ഹോൾസെയിലൊക്കെ നല്ല തിരക്കിലാണ്. ഇവിടെയും തിരക്കുണ്ട്. അടിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളെ കിച്ചൻ 1-2 ഉണ്ട്. ബമ്പർ 4 ടിക്കറ്റ് എടുത്തു. 4 ടിക്കറ്റ് സത്യം കൊണ്ടുപോയി. സത്യം കൊണ്ട് അതിനകത്ത് നമുക്ക് സന്തോഷമില്ല. ആർക്കാരും ഇവിടെ കിട്ടട്ടെ. എത്തിയിൽ അടിച്ചല്ലോ.